ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയുന്നത്. ഇങ്ങനെ ഒടുവിൽ സച്ചി അരുണും ദേവുവും തമ്മിലുള്ള കല്യാണം നടത്താൻ തീരുമാനിക്കുകയാണ്. താലി കെട്ടാനും വേണ്ടി അരുണും കൂട്ടുകാരും ബന്ധുക്കളും എല്ലാവരും അമ്പലത്തിലോട്ട് വന്നിരിക്കുകയാണ്. ആ സമയത്ത് അരുണിനോട് അരുണിൻ്റെ ഫ്രണ്ട് ചോദിക്കും, എന്താടാ നീ പോലീസാണെന്ന് കരുതി ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഇരിക്കുന്നത്? ഇനി നീ സ്ട്രിക്റ്റുള്ള ഭർത്താവ് തന്നെ ആയിരിക്കും എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ചിരിക്കുകയാണ് അരുൺ. പിന്നീട് കാണിക്കുന്നത് ദേവുവിനെയാണ്. ആ സമയത്ത് ദേവു ഫ്രണ്ട്സിനോട് സംസാരിക്കുകയാണ്. അങ്ങനെ ദേവിൻ്റെ ഫ്രണ്ട്സ് ദേവിനോട് പറയും, നീയല്ലേ പറഞ്ഞത് ഈ വർഷത്തിലൊന്നും എൻ്റെ കല്യാണം ഉണ്ടാകില്ല എന്ന്? ഇപ്പോൾ ഞങ്ങളെക്കാട്ടി മുന്നേ നീ തന്നെ കല്യാണം കഴിച്ചല്ലോ. നീ എന്താ ഒരു പോലീസുകാരനെ തന്നെ അടിച്ചു മാറ്റിയല്ലോ എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുകയാണ് കൂട്ടുകാർ. പിന്നീട് ദേവുവിൻ്റെ അടുത്തോട്ടേക്ക് അരുൺ വരുന്നുണ്ട്. ആ സമയത്ത് ദേവുവിൻ്റെ ഫ്രണ്ട്സ് പറയും, കല്യാണത്തിന് മുന്നേ പെൺകുട്ടിയെ ഒന്നും കാണാൻ പാടില്ല. ഇങ്ങനെ കാണാൻ വന്നാൽ ഞങ്ങൾ ഫൈൻ വാങ്ങിക്കും എന്ന് പറഞ്ഞ് അരുണിനെ കളിയാക്കുകയാണ്. അങ്ങനെ ദേവുവിനോട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും അരുൺ പോകും. കല്യാണ സമയത്ത് ഇടാനുള്ള മാലവുമായിട്ട് രേവതി അരുണിൻ്റെ അമ്മയുടെ അടുത്തോട്ടേക്ക് ചെല്ലും. എന്നിട്ട് കൊടുക്കും. ഇത് അരുണ് കല്യാണ സമയത്ത് ദേവുവിൻ്റെ കഴുത്തിൽ ഇടാനുള്ളതാണെന്ന് പറയും. ആ സമയത്ത് അരുണിൻ്റെ അമ്മ രേവതിയോട് പറയും, മോളെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായി, ദേവുവിനെ മരുമകളായിട്ട് തന്നെ ലഭിച്ചല്ലോ എന്ന് പറയുകയാണ്. ഇതിനെല്ലാം കാരണം മോള് തന്നെയാണ്, അതുകൊണ്ടല്ലേ എനിക്ക് ദേവുവിനെ മരുമകളായി ലഭിക്കാൻ കാരണം എന്ന് പറയുകയാണ്. സന്തോഷമായി എന്ന് പറയും രേവതി. പിന്നീട് പൂജാരി രേവതിയുടെ അമ്മയോട് പറയും, മുഹൂർത്തത്തിന് സമയമായി, വരനെ വിളിച്ചു വരൂ എന്ന് പറയുകയാണ്. അങ്ങനെ രേവതിയുടെ അമ്മ അരുണിൻ്റെ അമ്മയോട് പറയും, ചെറുക്കനെ വിളിക്കാൻ പൂജാരി പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അരുണിൻ്റെ അമ്മ അരുണിനെ വിളിക്കാൻ ചെല്ലുകയാണ്. ആ സമയത്ത് അരുണിൻ്റെ അമ്മയുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകും. അരുൺ ചോദിക്കും, എന്ത് പറ്റി അമ്മേ എന്ന്. ആ സമയത്ത് അരുണിൻ്റെ അമ്മ പറയും, സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയതാണെന്ന് പറയും. വാ നമുക്ക് മണ്ഡപത്തിലോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അരുണുമായി മണ്ഡപത്തിലോട്ട് പോവുകയാണ്. പിന്നീട് അരുണിൻ്റെ പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്റ്റാഫുകളെല്ലാം വന്നിട്ടുണ്ടാകും. ആ സമയത്ത് അവിടെ നിന്നും ഒരു സ്റ്റാഫ് ഒരാളോട് പറയും, നിങ്ങൾക്ക് അറിയാമോ ഇത് അരുണിൻ്റെ രണ്ടാമത്തെ കല്യാണമാണ് എന്ന്, ഇതിനി ആരോടും പറയണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ അയാൾ അവിടെ നിന്നും പോകും. ആ സമയത്ത് ഇത് കേട്ട സ്ത്രീ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇത് ഇനി പെണ്ണിൻ്റെ വീട്ടുകാർക്ക് അറിയുമോ ഇത് ചെറുക്കൻ്റെ രണ്ടാമത്തെ കല്യാണമാണെന്ന്? ഈ കാര്യം ഈ സ്ത്രീ അവിടെയുള്ള എല്ലാവരോടും പറയുകയാണ്. അങ്ങനെ ഇത് രേവതിയുടെ ഫ്രണ്ടിൻ്റെ ചെവിയിൽ എത്തുകയാണ്. രേവതിയുടെ ഫ്രണ്ട് രേവതിയുടെ അടുത്ത് ചെന്ന് ചോദിക്കും, ഇത് ചെറുക്കൻ്റെ രണ്ടാമത്തെ കല്യാണമാണോ എന്ന്. ആ സമയത്ത് രേവതി ചോദിക്കും, നിന്നോട് ഇതാരാ പറഞ്ഞത് എന്ന്. ആ സമയത്ത് രേവതിയുടെ ഫ്രണ്ട് പറയും, മണ്ഡപത്തിൽ നിന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇത് ചെറുക്കൻ്റെ രണ്ടാമത്തെ കല്യാണമാണ് എന്ന്. സമയത്ത് രേവതി പറയും, അതെല്ലാം എനിക്കറിയാം എന്ന് പറയുകയാണ്. എന്നിട്ടാണോ ഈ കല്യാണം നടത്തുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് രേവതി പറയും, അവരുടെ ദേവുവിൻ്റെയും അരുണിൻ്റെയും കല്യാണം ഒരിക്കൽ രജിസ്റ്റർ മാരേജ് ചെയ്തതാണ്, അതിനെക്കുറിച്ചായിരിക്കും അവർ പറയുന്നുണ്ടാവുന്നത്. സച്ചേട്ടന് ഈ കല്യാണത്തിന് സമ്മതമല്ലായിരുന്നു. അപ്പോൾ ഞാനും അവളും അരുണും ചേർന്ന് രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് രജിസ്റ്റർ മാരേജ് ചെയ്തു, അതാണ് ഉണ്ടായതെന്ന് പറയുകയാണ്. ആ സമയത്ത് രേവതിയുടെ ഫ്രണ്ട് ചോദിക്കും, ഇതിനെക്കുറിച്ച് സച്ചിക്ക് അറിയാമോ എന്ന്. ആ സമയത്ത് രേവതി പറയും, ഇല്ല. ഈ കാര്യം നിനക്ക് സച്ചിയോട് പറഞ്ഞൂടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് രേവതി പറയും, നീ ഇപ്പോൾ ദേവുവിൻ്റെ അടുത്ത് പോയി ഇരിക്കുക, ഈ കാര്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട. രേവതി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണം, ഇതെങ്ങാനും സച്ചിയേട്ടൻ്റെ ചെവിയിൽ എത്തിയാൽ വലിയ പ്രശ്നമാകും. അങ്ങനെ രേവതി ഇങ്ങനെ അരുണിനെ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് സച്ചിൻ വരും. സച്ചിൻ വന്ന്, രേവതി നീ എന്താ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ടേക്ക് വാ എന്ന് പറയുകയാണ്. എന്നിട്ട് രേവതി സച്ചിനോട് ചോദിക്കും, എന്താ സച്ചിയേട്ടാ എന്ന്. ആ സമയത്ത് സച്ചി പറയും, എന്തായി ദേവു ഒരുങ്ങിക്കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് അവൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് പറയുകയാണ്. അപ്പോൾ സച്ചി പറയും, അവനാണ് ഇപ്പോൾ ജയിച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ രേവതി നിൽക്കും. ഞാനെന്താ തോറ്റാലെന്താ, എൻ്റെ ദേവു അവൾ എൻ്റെ അനിയത്തിയല്ലേ, അവൾ ജയിച്ചില്ലേ, അവളുടെ ആഗ്രഹം നടന്നില്ലേ എന്ന് പറയുകയാണ് സച്ചി. അവൻ പോലീസുകാരൻ, ഞാൻ ഒരു സാധാരണക്കാരന്, അതുകൊണ്ട് ആയിരിക്കും ഞാൻ ഇതിന് സമ്മതിക്കാത്തത് എന്ന് നിങ്ങളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും, ഒരിക്കലുമല്ല എന്ന് പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന രേവതിക്ക് എന്നെ സങ്കടം വരുന്നുണ്ട്. അങ്ങനെ സച്ചി അവിടെ നിന്നും പോകുകയാണ്. ആ സമയത്ത് രേവതി ചോദിക്കും, സച്ചിയേട്ടൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന്. ആ സമയത്ത് സച്ചി പറയും, ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, അവരെയൊക്കെ ഇങ്ങ്
ഗോപുരത്തിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വിടണ്ടേ, അതിന് പോവുകയാണ്. ആ സമയത്ത് രേവതി പറയും സച്ചിയേട്ടൻ എൻ്റെ കൂടെ തന്നെ നിന്നാൽ മതിയെന്ന്. ആ സമയത്ത് സച്ചി പറയും നീ ദേവുവിനെ പെട്ടെന്ന് ഒരുക്കി കൊണ്ട് വരാൻ നോക്ക്, എന്നിട്ട് ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്നും പോകും. രേവതി ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന സമയത്ത് രേവതിയുടെ അടുത്തോട്ടേക്ക് രേവതിയുടെ അമ്മ വരും. എന്നിട്ട് രേവതിയോട് ചോദിക്കും എന്ത് പറ്റി മോൾക്ക്, മോളെന്താ സങ്കടപ്പെട്ട് നിൽക്കുന്നത്. ആ സമയത്ത് രേവതി പറയും എന്താ ഒന്നുമില്ല എന്ന് പറയുകയാണ്. എങ്കിൽ വാ നമുക്ക് ദേവുവിനെ വിളിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ അമ്മയും ദേവുവിനെ വിളിക്കാൻ പോവുകയാണ്. ഇവിടെ രേവതിയും അമ്മയും കൂടെ ദേവുവിൻ്റെ അടുത്തോട്ടേക്ക് വരും. എന്നിട്ട് രേവതിയുടെ അമ്മ ഇങ്ങനെ കരയുകയായിരിക്കും. എന്നിട്ട് പറയും മോളെ ഈ വേഷത്തിൽ കാണാൻ സുന്ദരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. ആ സമയത്ത് രേവതി പറയും എന്തിനാ അമ്മ കരയുന്നത്. സമയത്ത് രേവതിയുടെ അമ്മ പറയും നിങ്ങളുടെ കല്യാണ സമയത്ത് അച്ഛൻ കൂടെയില്ല, അത് ഞാൻ ആലോചിച്ച് കരഞ്ഞു പോയതാണ്. രേവതി പറയും അച്ഛൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ട്. അമ്മ ഇങ്ങനെ കരഞ്ഞാൽ അവൾക്കും സങ്കടം വരില്ലേ, ആ മണ്ഡപത്തിൽ ഇരിക്കുന്ന സമയത്ത് അവളുടെ മുഖം ഒന്ന് ക്ഷീണിച്ചു പോകില്ലേ എന്ന് പറയുകയാണ്. രേവതിയുടെ അമ്മ പറയും മോള് കരയാതിരിക്കുക, നമുക്ക് മണ്ഡപത്തിലോട്ട് പോകാം എന്ന് പറയുകയാണ്. ഇതിനെല്ലാം കാരണം സച്ചിയാണ്. സച്ചിയോട് എപ്പോഴും നമ്മൾ കടപ്പെട്ടിരിക്കണം. മോളുടെ ആഗ്രഹം പോലെ മോളുടെ കല്യാണം നടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവുവിനെയും കൊണ്ട് അവർ മണ്ഡപത്തിലോട്ട് കയറുകയാണ്. സച്ചിയുടെ ഫ്രണ്ടും ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് അതിലൂടെ പറഞ്ഞു പോകും ഇത് ചെറുക്കൻ്റെ രണ്ടാമത്തെ കല്യാണമാണ് എന്ന്. അത് കേൾക്കും സച്ചിയാണ്. സച്ചി അവരോട് ചെന്ന് ചോദിക്കും നിങ്ങളെന്താ ഇപ്പോൾ പറഞ്ഞത്. ആ സമയത്ത് അവർ പറയും ഇത് ചെറുക്കൻ്റെ രണ്ടാമത്തെ കല്യാണമാണ്. സമയത്ത് സച്ചിയുടെ ഫ്രണ്ട് ചോദിക്കും എന്താടാ അവർ പറയുന്നത്, ഇത് ചെറുക്കൻ്റെ രണ്ടാമത്തെ കല്യാണമാണ് എന്നോ. ആ സമയത്ത് സച്ചി പറയും അതെ അവരതാ പറയുന്നു അവൻ്റെ രണ്ടാമത്തെ കല്യാണമാണ് എന്ന്. ഇത് തന്നെയാണ് എനിക്ക് മുമ്പേ തന്നെ സംശയം തോന്നിയത്. എന്തിനാണ് അവൻ ഇങ്ങനെ നമ്മളോട് ചതി ചെയ്തത് എന്ന് പറയുകയാണ്. അവൻ ദേവുവിനെയും ചതിക്കുകയായിരുന്നില്ലേ, ഇത് ദേവ് എങ്ങനെയെന്ന് അറിഞ്ഞാൽ അവനെ വെറുതെ വിടില്ല, ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യത്തോടു കൂടി മണ്ഡപത്തിലോട്ട് ചെല്ലുകയാണ്. ദേഷ്യത്തോടു കൂടി അരുണിനോട് പറയും എണീക്കടാ ഇവിടെ നിന്ന് എന്ന്. ആ സമയത്ത് അരുൺ പറയും എന്താ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഈ കല്യാണത്തിന് ഇപ്പം ഞാൻ സമ്മതിച്ചത്, ഇപ്പം എന്താ നിങ്ങൾ ഇവിടുന്ന് എണീക്കാൻ പറയുന്നത്. ആ സമയത്ത് ദേഷ്യത്തോടു കൂടി സച്ചിൻ പറയും നിന്നോടാ പറഞ്ഞത് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ അരുണിൻ്റെ ഷർട്ടിൽ കയറി പിടിക്കും. ആ സമയത്ത് അങ്ങോട്ടേക്ക് ദേവുവും രേവതിയും എല്ലാവരും വരുന്നുണ്ടാകും. ഇത് കാണുമ്പോൾ രേവതിയും ദേവുവും അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. അങ്ങനെ രേവതിയുടെ അമ്മ ചോദിക്കും എന്താ സച്ചി പറ്റിയതെന്ന് ചോദിക്കുകയാണ്. രേവതി ചോദിക്കും എന്താ സച്ചിയേട്ടാ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. സച്ചിയേട്ടൻ സമ്മതിച്ചിട്ടല്ലേ ഈ കല്യാണം നടത്തിയത്. ആ സമയത്ത് സച്ചി പറയും ഇവൻ നന്നായി എന്ന് കരുതിയിട്ടല്ലേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്, ഇവന് ഇഷ്ടമല്ലേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്, അപ്പോൾ അവന് ദേവുവിനെ ചതിക്കുകയാണ്. ആ സമയത്ത് അരുണിൻ്റെ അമ്മ ചോദിക്കും എന്താ ചതിക്കുകയോ, ആരെ ചതിക്കുന്നത്. സച്ചി പറയും എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. രേവതിയുടെ അമ്മ സച്ചിനോട് ചോദിക്കും എന്താ സച്ചി നീ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അമ്മയോട് പറയും അമ്മേ ഇവൻ എല്ലാവരെയും ചതിക്കുകയാണ്, ഇവൻ്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാണ്. രേവതിയുടെ അമ്മ പറയും എന്താ സച്ചി നീ പറയുന്നത്. ആ സമയത്ത് സച്ചി പറയും അതെ ഇത് ഇവൻ്റെ രണ്ടാമത്തെ കല്യാണമാണ്. അരുണിൻ്റെ അമ്മ പറയും എന്താ പറയുന്നത്, ഇത് ഇവൻ്റെ ആദ്യത്തെ കല്യാണമാണ്. ആ സമയത്ത് സച്ചിൻ ദേഷ്യത്തോടു കൂടി പറയും ഈ മണ്ഡപത്തിൽ കല്യാണത്തിന് വന്നവരെല്ലാവരും പറയുന്നുണ്ട് ഇത് ഇവൻ്റെ രണ്ടാമത്തെ കല്യാണമാണ് എന്ന്. രേവതി സച്ചിയോട് പറയും സച്ചിയേട്ടാ അങ്ങനെയൊന്നുമില്ല എന്ന്. സച്ചി ദേഷ്യത്തോടു കൂടി രേവതിയോട് പറയും ഇങ്ങനെ അറിഞ്ഞിട്ടും നീ എന്താ അവനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത്, അവൻ എല്ലാവരെയും ചതിക്കുകയല്ലേ ചെയ്തത്. അരുൺ പറയും ഇത് എൻ്റെ രണ്ടാമത്തെ കല്യാണമാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അരുണിൻ്റെ അമ്മ പറയും നീ എന്തൊക്കെയായി പറയുന്നത്. ആ സമയത്ത് അരുൺ പറയും അതെ ഇത് എൻ്റെ രണ്ടാമത്തെ കല്യാണമാണ്. സച്ചിൻ പറയും കേട്ടില്ലേ അവൻ പറയുന്നത്. സച്ചിൻ രേവതിയോട് ചോദിക്കും ഇപ്പം എന്തായി, അവൻ പറയുന്നത് നീ കേട്ടില്ലേ. ദേവു നീ കേട്ടില്ലേ, അവൻ നിന്നെ ചതിക്കുകയായിരുന്നു, അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നിന്നെ ചതിക്കുകയായിരുന്നു എന്ന് പറയുകയാണ് സച്ചി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കല്യാണം വേണ്ട എന്ന്. രേവതിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറയും അപ്പോഴേ സച്ചി പറഞ്ഞതാണ് ഈ കല്യാണം വേണ്ട എന്ന്, എന്നിട്ടും അവനെ കൊണ്ട് എങ്ങനെയൊക്കെയോ സമ്മതിപ്പിച്ചാണ് ഈ മണ്ഡപം വരെ എത്തിച്ചത്. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങൾ രണ്ടാമത്തെ കല്യാണമാണ് എന്ന്. ഞങ്ങളോട് ഈ ചതി നിങ്ങൾ ചെയ്തത്, ഇതെല്ലാം എൻ്റെ തലയിലെ എഴുത്താണെന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് രേവതിയുടെ അമ്മ. അപ്പോൾ അരുണിൻ്റെ അമ്മ പറയും ഇല്ല ഇത് ഇവൻ്റെ ആദ്യത്തെ കല്യാണമാണ്. ജിം പറയും ആദ്യം ഇവൻ ഏതോ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, ആ പെണ്ണ് അവനെ ഇട്ടേച്ച് അവൻ്റെ സ്വഭാവം അറിഞ്ഞു പോയി, എന്നിട്ട് ദേവുവിനെ കല്യാണം കഴിക്കാൻ വന്നതാണ്. സമയത്ത് ദേഷ്യത്തോടു കൂടി അരുൺ സച്ചിയോട് പറയും ഞാൻ പറയുന്നതെന്ന് കേൾക്ക്, എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞത് സത്യമാണ്. എൻ്റെ കല്യാണം ആദ്യം കഴിഞ്ഞതും രണ്ടാമത് കഴിഞ്ഞതും
ദേവുമായിട്ട് തന്നെയാണ്. പറയും എന്തൊക്കെയാ നീ പറയുന്നത്? ആ സമയത്ത് അരുൺ പറയും അതെ, എൻ്റെയും ദേവുവിൻ്റെയും കല്യാണം കഴിഞ്ഞതാണ്, ഞങ്ങൾ രജിസ്റ്റർഡ് മാരേജ് ചെയ്തതാണെന്ന് പറയുകയാണ്. ചോദിക്കും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞത് സത്യമാണോ എന്ന്. ആ സമയത്ത് അരുൺ പറയും അതെ, ഞങ്ങളുടെ രജിസ്റ്റർഡ് മാരേജ് കഴിഞ്ഞതാണ്. സച്ചി കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് രജിസ്റ്റർഡ് മാരേജ് ചെയ്തു. രേവതിയുടെ അമ്മ ചോദിക്കും അരുൺ പറഞ്ഞത് എല്ലാം ശരിയാണോ? അരുണിൻ്റെയും നിൻ്റെയും കല്യാണം കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ദേവു പറയും ആ കഴിഞ്ഞു എന്ന്. സച്ചി ദേവുവിനോട് പറയും ദേവു, നീയല്ലേ പറഞ്ഞത് സച്ചിയേട്ടന് ഇഷ്ടമുള്ള ചെറുക്കനെ കല്യാണം കഴിക്കാമെന്ന്, എന്നിട്ട് എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? സങ്കടത്തോടു കൂടി പറയും നീ എത്രമാത്രം എന്നെ ബഹുമാനിക്കുന്നെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഒന്നുമില്ലെങ്കിൽ നിന്റെ അമ്മയെയും നിന്റെ ചേച്ചിയെയും കുറിച്ച് നീ ആലോചിച്ചോ? സച്ചി രേവതിയോട് പറയും നീ കണ്ടില്ലേ ദേവു ചെയ്തത്, അവൾ ചെറിയ കുട്ടിയല്ലേ, അവൾക്കൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നിന്നു, എന്നിട്ട് അവൾ ഇപ്പോൾ ചെയ്തത് നീ കണ്ടില്ലേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. സച്ചി പറയും നിനക്ക് വേണ്ടി നിന്റെ ചേച്ചി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിന്നെ പഠിപ്പിക്കാനും വേണ്ടി അവളുടെ പഠിത്തം അവൾ വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് ഇന്നലെ കണ്ട അവനെ നിനക്ക് വലുതായി അവൻ പറഞ്ഞത് കേട്ട് അനുസരിച്ച് അവനെ പോയി കല്യാണം കഴിച്ചു വന്നിരിക്കുന്നു. അരുണിനോട് പറയും നീ നല്ല പോലീസ് തന്നെ, നീ ദേവുവിനെ മയക്കിയെടുത്ത് അവളെ കല്യാണം കഴിച്ചല്ലോ. സമയത്ത് അരുണിൻ്റെ ഫ്രണ്ട് പറയും അവന് ഒറ്റക്കൊന്നല്ല കല്യാണം കഴിക്കാൻ പോയത്, അവൻക്ക് സാക്ഷിയായി ഞാനും പോയി, ദേവുവിന് സാക്ഷിയായി അവളുടെ ചേച്ചി രേവതിയും വന്നു എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ദേഷ്യത്തോടു കൂടി പറയും ഇവനെ നന്നാക്കാനും വേണ്ടി എൻ്റെ ഭാര്യയും കൂട്ട് നിന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുകയാണോ? എനിക്കറിയാം എൻ്റെ ഭാര്യയെക്കുറിച്ച്. രേവതിയോട് പറയും നിന്നെക്കുറിച്ചാണ് ഇവർ പറയുന്നത്, നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത്, എന്തെങ്കിലും ഒന്ന് പറയൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് അരുണിൻ്റെ ഫ്രണ്ട് പറയും രേവതി തന്നെയാണ് അവർക്ക് സാക്ഷിയായി നിന്നത്. എൻ്റെ അമ്മ ചോദിക്കും ഇവൻ പറയുന്നത് സത്യമാണോ എന്ന്. ആ സമയത്ത് അരുൺ പറയും അതെ, ദേവുവിൻ്റെ ചേച്ചിയാണ് സൈൻ ചെയ്തത് എന്ന് പറയുകയാണ്. ആ സമയത്ത് സച്ചി പറയും നീ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കുമെന്നാണോ നീ കരുതിയത്? പിന്നെയും രേവതിയോട് പറയും നിന്നെക്കുറിച്ചാണ് ഇവൻ പറയുന്നത്, നീ എന്താ മിണ്ടാതെ നിൽക്കുന്നത് എന്ന്. ആ സമയത്ത് രേവതി പറയും എന്നോട് ക്ഷമിക്കണം സച്ചിയേട്ട, ഞാൻ തന്നെയാണ് സൈൻ ചെയ്തത്. രേവതിയുടെ അമ്മ രേവതിയോട് ചോദിക്കും എന്താ നീ പറയുന്നത്? രേവതിയുടെ അമ്മ പറയും എന്തുകൊണ്ട് എന്നോട് പോലും നിങ്ങളൊരു വാക്ക് പോലും പറഞ്ഞില്ല? ആ സമയത്ത് രേവതി പറയും സച്ചിയേട്ടൻ ദേവുവിന് വേറെ കല്യാണം നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല. രേവതി സച്ചിയോട് പറയും സച്ചിയേട്ട എന്ന് വിളിക്കുന്ന സമയത്ത് സച്ചി രേവതിയോട് പറയും നീ ഇനി മിണ്ടി പോകരുത് എന്ന്, എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട, നീയും ഇവരുടെ കൂടെ ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നില്ലേ, ഞാനെന്താ ഒരു ഗുണ്ടയല്ലേ, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് പ്രശ്നം, ഇനി നിങ്ങളെല്ലാവരും കൂടെ കല്യാണം അങ്ങ് നടത്തുക എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യത്തോടു കൂടി ഇവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ആ സമയത്ത് രേവതിയുടെ അമ്മ സച്ചി പോകലേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ അടുത്തോട്ടേക്ക് ഓടിച്ചെല്ലും. രേവതിയുടെ അമ്മ പറയും സച്ചി പോകലേ എന്ന്. ആ സമയത്ത് സച്ചി പറയും ഞാനിനി എന്തിന് ഇവിടെ നിൽക്കണം, എന്നെ ആർക്കും വിശ്വാസമില്ലല്ലോ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഈ കല്യാണം നടത്തി, ഇനി നിങ്ങൾ തന്നെ കല്യാണം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ദേഷ്യത്തോടു കൂടി അവിടെ നിന്നും ഇറങ്ങിപ്പോകും. അങ്ങനെ രേവതിയുടെ അമ്മ ദേഷ്യത്തോടു കൂടി രേവതിയെയും ദേവുവിനെയും അടിക്കുകയാണ്. രേവതിയുടെ അമ്മ ദേവുവിനോട് പറയും നീ നന്നായിരിക്കണം എന്ന് കരുതിയ സച്ചി ഇപ്പോൾ ഇവിടെ നിന്നും തല കുനിച്ച് പോയില്ലേ എടി എന്ന് പറയുക. അവൾക്കോ ബുദ്ധിയില്ല രേവതി, നിനക്ക് പോലും അത്രയും ബുദ്ധിയില്ലാത്ത മണ്ടത്തരം നീ ചെയ്തു വെച്ചല്ലോ, എല്ലാം കാരണം ഇവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ അമ്മ ദേവുവിനെ ഇങ്ങനെ അടിക്കുകയാണ്. അങ്ങനെ എല്ലാവരും രേവതിയുടെ അമ്മയെ പിടിച്ചു വെക്കുന്നുണ്ട്. രേവതി പറയും അമ്മയോട് അമ്മേ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുകയെന്ന്. ആ സമയത്ത് രേവതിയുടെ അമ്മ പറയും ഇനി എനിക്ക് ഒന്നും കേൾക്കണ്ട, നിങ്ങൾ ഈ തെറ്റ് ചെയ്ത സമയത്ത് തന്നെ നിങ്ങളുടെ അമ്മ മരിച്ചു പോയി. അമ്മ പറയും അവർ ആ തെറ്റ് ചെയ്തു പോയി, ഇനിയെങ്കിലും അവരുടെ കല്യാണം നമുക്ക് നടത്താം, എന്നോട് പോലും അവരിതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ആ സമയത്ത് രേവതിയുടെ അമ്മ പറയും ഇനി എന്തിനാ നമ്മൾ നടത്തുന്നത്, അവർ തന്നെ അവരുടെ കല്യാണം നടത്തി കഴിഞ്ഞില്ലേ. രേവതിയുടെ അമ്മ അരുണിൻ്റെ അമ്മയോട് ചോദിക്കും ഇവർ ചെയ്തത് തെറ്റല്ലേ എന്ന് ചോദിക്കണേ. ആ സമയത്ത് അരുണിൻ്റെ അമ്മ പറയും ഇവർ ചെയ്തത് തെറ്റാണ്, ഇതിനി തിരുത്താൻ നമുക്ക് കഴിയില്ലല്ലോ. രേവതിയുടെ അമ്മ പറയും ഈ കല്യാണത്തിന് ഇനി ഞാൻ കൂടില്ല, ഈ കല്യാണത്തിന് സച്ചി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ കല്യാണം നടത്തില്ല, ഇനി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ കല്യാണം നടത്തിക്കോളി എന്ന് പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്നും ഇറങ്ങി പോകും. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ